നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി മാർട്ടിനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ സിറ്റി പോലീസാണ് കേസെടുത്തത്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിന്, സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിനുമാണ് കേസ്. MS ലിഷോയ് ചേരുന്നു ടെലിഫോൺ ലൈനിൽ വിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. നിരവധി വീഡിയോകൾ ഇത്തരത്തിൽ പ്രചരിക്കുന്നത് നമ്മൾ സമൂഹ മാധ്യമത്തിൽ കണ്ടതാണ്. ഈ നടിയുടെ പേര് വെളിപ്പെടുത്തിയതിനും സമൂഹ മാധ്യമങ്ങളിലൂടെ അവരെ അപകീർത്തിപ്പെടുത്തിയതിനുമാണല്ലോ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അതായത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച സമയത്തായിരുന്നു മാർട്ടിൻ, കേസിലെ പ്രധാന പ്രതിയാണ്, നടിയുടെ ഡ്രൈവർ ആയിരുന്നു. ഈ മാർട്ടിൻ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നത് ഈ കേസിന്റെ വിശദാംശങ്ങളും അതുപോലെ തന്നെ കേസുമായുള്ള മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ വിവരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇതിൽ നടിയുടെ പേര് വെളിപ്പെടുത്തുകയും അതിനോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിൽ ഈ നടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഈ കോടതി വിധി, അതായത് ഈ കേസിന്റെ വിചാരണ കോടതി വിധി വന്നതിന് ശേഷം വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രചരിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാതി വന്നത്. തൃശൂർ റേഞ്ച് DIGക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതി നേരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. ഈ സംഭവത്തിലാണ്, അല്ലെങ്കിൽ ഈ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ ആണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ പരാതി ലഭിച്ചത്. പിന്നീട് ഒരു പ്രാഥമികമായ വിശകലനം നടത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരി, MS ലിഷോയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പറയുന്നത്. ലിഷോയ്ക്ക് നല്ല ദിവസം ആശംസിക്കുന്നു.